ആഡംബരത്തിന്റെ അത്യുന്നതിയിലായിരുന്നു കൊച്ചി നഗരത്തിലെ ആ പ്രശസ്തമായ ഹാൾ. എന്നാൽ ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടതുപോലെ ഒരാൾ നിശബ്ദനായി നിൽപ്പുണ്ടായിരുന്നു. ആരവ്. നീല നിറത്തിലുള്ള ഒരു സാധാരണ ഷർട്ടും ജീൻസും ധരിച്ച തികച്ചും ലളിതനായ ഒരു യുവാവ്. അവന്റെ മുഖത്ത് ഭയമായിരുന്നില്ല, പകരം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ പോകുന്ന ഒരു കടലിന്റെ ശാന്തതയായിരുന്നു. അവന് നേരെ മുന്നിലുള്ള വലിയ വേദിയിൽ അവന്റെ ഭാര്യ നയൻതാര നിന്നിരുന്നു. 3 വർഷം മുമ്പ് തന്റെ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കടുത്ത എതിർപ്പുകളെ മുഴുവൻ അവഗണിച്ച് ആരവ് തന്റെ പ്രാണനായി കൂടെ കൂട്ടിയ അതേ നയൻതാര. എന്നാൽ ഇന്ന് അവളുടെ കണ്ണുകളിൽ ആരവിനോടുള്ള പ്രണയത്തിന്റെ ഒരു തരി പോലും അവശേഷിച്ചിരുന്നില്ല. പകരം കടുത്ത അവഗണനയും തണുപ്പും മാത്രമായിരുന്നു ആ മുഖത്ത് നിഴലിച്ചിരുന്നത്. മുഴുവൻ അതിഥികളെയും സാക്ഷി നിർത്തി നയൻതാര മൈക്കിലൂടെ തന്റെ തണുത്ത ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, ആരവ്, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് നിന്നിൽ നിന്നും ഇപ്പോൾ തന്നെ വിവാഹമോചനം വേണം. ആ വാക്കുകൾ കേട്ടതും ആ വലിയ ഹാളിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. ആരവ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. തന്റെ കൈ പിടിച്ച് ജീവിതകാലം മുഴുവൻ എല്ലാ പ്രതിസന്ധികളിലും കൂടെയുണ്ടാകുമെന്ന് അഗ്നിയെ സാക്ഷി നിർത്തി സത്യം ചെയ്ത പെൺകുട്ടി തന്നെയാണോ ഇത് എന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പതറാത്ത ശബ്ദത്തിൽ വളരെ പതുക്കെ അവളോട് ചോദിച്ചു, പക്ഷെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതല്ലേ? നയൻതാരയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അവളുടെ വാക്കുകൾ മൂർച്ചയുള്ള ഒരായുധം പോലെ ആരവിന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി. കാരണം ഈ ദരിദ്രമായ ജീവിതം ജീവിച്ച് എനിക്ക് മടുത്തു. ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായ നിന്റെ കൂടെ ഇനിയും ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. വലിയ വീട്, ആഡംബര കാറുകൾ, വിദേശ യാത്രകൾ, സമൂഹത്തിൽ മാന്യമായ പദവി, വിജയം. എന്നാൽ നിന്റെ കൂടെ ജീവിച്ച ഈ 3 വർഷം എനിക്ക് എന്താണ് ലഭിച്ചത്? വാടക വീടിന്റെ ചുവരുകളും മാസാവസാനം കാശ് തികയാത്തതിന്റെ ബുദ്ധിമുട്ടുകളും മാത്രം. ഒന്നും നേടാനാകാത്ത ഒരു പരാജയം മാത്രമാണ് നീ. നയൻതാരയുടെ കടുത്ത വാക്കുകൾ കേട്ട് ഹാളിൽ നിന്നവർ പരസ്പരം മന്ത്രിക്കാനും പരിഹസിക്കാനും തുടങ്ങി. അപ്പോഴേക്കും നയൻതാരയുടെ അമ്മ സുലേഖ വേദിയിലേക്ക് കയറി വന്നു. ആദ്യമേ തന്നെ അവർക്ക് ആരവിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും കേട്ടോളൂ, എന്റെ മകൾ അവളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 3 വർഷങ്ങളാണ് ഈ കഴിവുകെട്ടവന് വേണ്ടി നശിപ്പിച്ചത്. ഇവൻ ഒരിക്കലും എന്റെ മകളുടെ പദവിക്കോ നിലവാരത്തിനോ അനുയോജ്യനല്ല, ആകാനും കഴിയില്ല. എന്റെ മകൾക്ക് ഇതിലും വലിയ ജീവിതം അർഹതപ്പെട്ടതാണ്. ചില ആളുകൾ അത് കേട്ട് തലയാട്ടി. ചിലർ ഒരു വലിയ കുടുംബ നാടകം കാണുന്നത് പോലെ അത് ആസ്വദിച്ചു. എന്നാൽ ആ സമയത്ത് ആരവിന്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ഉള്ളിലെ വേദന അടക്കിപ്പിടിച്ച് അവരെ നോക്കി നിൽക്കുകയായിരുന്നു. നയൻതാരയുടെ അമ്മ അവിടെയും നിർത്തിയില്ല. അവർ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഇന്നെന്റെ മകൾ അവളുടെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇനി മുതൽ അവളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകുക കരനാണ്. ആ പേര് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ സ്മാർട്ടും സമ്പന്നനുമായി തോന്നിക്കുന്ന ഒരു യുവാവിലേക്ക് തിരിഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വേദിയിലേക്ക് നടന്നു വന്നു. അവൻ നയൻതാരയുടെ ബോസ് കൂടിയായിരുന്നു. വില കൂടിയ ഡിസൈനർ സ്യൂട്ട് ധരിച്ച കരൺ അഹങ്കാരം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ വേദിയിലേക്ക് നടന്നു വന്നു. അവൻ നേരെ ചെന്ന് നയൻതാരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. നയൻതാരയുടെ മുഖത്ത് അപ്പോൾ ഒരു വലിയ വിജയം നേടിയ ഭാവമായിരുന്നു. കരൺ സദസ്സിന് നേരെ തിരിഞ്ഞ് മൈക്കിലൂടെ പ്രഖ്യാപിച്ചു, ഞാനും നയൻതാരയും ചേർന്ന് ഉടൻ തന്നെ ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഒരു മൾട്ടിനാഷണൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. എന്റെ കോടികളുടെ സാമ്രാജ്യത്തിൽ ഇനി മുതൽ നയൻതാര ഒരു തുല്യ പങ്കാളിയായിരിക്കും. ഹാളിൽ വീണ്ടും വലിയ കയ്യടികളും ആർപ്പുവിളികളും ഉയർന്നു. ആരവ് ഇതൊക്കെ ഒരു അന്യനെ പോലെ നിശബ്ദനായി നോക്കി നിൽക്കുകയായിരുന്നു. 3 വർഷം മുമ്പ് നയൻതാരക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോഴും അവൾ തളർന്നു പോയപ്പോഴും സ്വന്തം ഉറക്കവും സന്തോഷവും കളഞ്ഞ് കൂടെ നിന്നത് അവനായിരുന്നു. അങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇന്ന് മറ്റൊരാളുടെ പണത്തിന്റെ തിളക്കത്തിൽ മയങ്ങി അവന്റെ കൈ പിടിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്നത്. കരൺ ആരവിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, നോക്കൂ ആരവ്, ജീവിതം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ചില ആളുകൾ എന്നും പുറകിൽ തന്നെ അവശേഷിക്കും. നിന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ മാത്രമേ അർഹതയുള്ളൂ. അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ പോലെയുള്ള കോടീശ്വരന്മാർ വേണം. നയൻതാരയുടെ അമ്മ സുലേഖ ഒട്ടും സമയം കളയാതെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വിവാഹമോചനത്തിനുള്ള ലീഗൽ പേപ്പറുകൾ ആരവിന് നേരെ നീട്ടി. ഇതിൽ ഒപ്പിട്ട് എന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഈ ഹാളിൽ നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകൂ, അവർ ആക്രോശിച്ചു. ഹാളിലെ മുഴുവൻ കണ്ണുകളും ആരവിന്റെ
ആരവിന്റെ മേലെയായിരുന്നു. അവൻ അപമാനിതനായി തലകുനിച്ച് കരയുമെന്നാണ് എല്ലാവരും കരുതിയത്. ആരവ് ആ പേപ്പറുകളിലേക്ക് നോക്കി, പിന്നീട് നയൻതാരയുടെ കണ്ണുകളിലേക്കും. അവളുടെ കണ്ണുകളിൽ തനിക്കായി ഒരു തുള്ളി കണ്ണീരോ സ്നേഹമോ ഇല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കുറച്ച് സെക്കൻഡുകൾ അവനൊന്നും സംസാരിച്ചില്ല. ഒടുവിൽ അവൻ വളരെ ശാന്തമായ എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ ചോദിച്ചു, "ഇതാണോ നിന്റെ അവസാനത്തെ തീരുമാനം? ഇതിലിനി ഒരു മാറ്റവുമില്ലല്ലോ?" ഒരു നിമിഷം പോലും ആലോചിക്കാതെ നയൻതാര മറുപടി നൽകി, "അതെ, ഇതാണ് എന്റെ അവസാനത്തെ തീരുമാനം. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് നരകമാണ്." ആരവ് ഒരു ദീർഘശ്വാസം എടുത്തു. അവന്റെ കണ്ണുകളിൽ വലിയൊരു വേദനയുണ്ടായിരുന്നുവെങ്കിലും മുഖത്ത് യാതൊരു പരിഭ്രാന്തിയോ ഭയമോ ദൃശ്യമായിരുന്നില്ല. പെട്ടെന്ന് അവന്റെ ചുണ്ടുകളിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. "ശരി, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈ വിവാഹമോചന പേപ്പറിൽ ഒപ്പിടാം," അവൻ പറഞ്ഞു. അവൻ ഉടൻ ഒപ്പിടുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ അവനൊരു നിബന്ധന മുന്നോട്ട് വെച്ചു. "എനിക്കിപ്പോൾ ഒപ്പിടുന്നതിന് മുമ്പ് കൃത്യം 3 മണിക്കൂർ സമയം വേണം." ഹാളിൽ വീണ്ടും അമ്പരപ്പ് പടർന്നു. 3 മണിക്കൂറോ? എന്തിനാണ് ഈ നാടകം? നീ ഒപ്പിടാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നയൻതാരയുടെ അമ്മ തട്ടിക്കയറി. "എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ജോലി പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം രാത്രി കൃത്യം 11 മണിക്ക് നീ ഇതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം പോലും ചോദിക്കാതെ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരാം," ആരവ് ഉറപ്പിച്ചു പറഞ്ഞു. നയൻതാരയുടെ അമ്മ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇതൊപ്പിടാതിരിക്കാനും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുമുള്ള നിന്റെ പുതിയ തന്ത്രമാണ്." എന്നാൽ ആരവ് ഇത്തവണ പിന്നോട്ട് മാറാൻ തയ്യാറായിരുന്നില്ല. കാരണം അവനെ വീണ്ടും പരിഹസിച്ചു. "3 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ പെട്ടെന്ന് കോടീശ്വരനാകുമോ?" ആരവ് കരുണയെ നോക്കി പതുക്കെ പറഞ്ഞു, "ചില സമയങ്ങളിൽ സത്യം എന്നത് ഏതൊരു അത്ഭുതത്തെക്കാളും വലുതായിരിക്കും. കാത്തിരുന്ന് കാണാം." ആ വാക്കുകൾ കേട്ട് സദസ് അത്ഭുതപ്പെട്ടു. നയൻതാരയുടെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, "ശരി, 3 മണിക്കൂർ. ഞങ്ങൾക്കും കാണാമല്ലോ നീ എന്ത് വലിയ മലയാണ് മറിക്കാൻ പോകുന്നതെന്ന്." ആരവ് തലയാട്ടി. പിന്നീട് ആരോടും ഒന്നും പറയാതെ ആ ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഹാളിന്റെ ആഡംബര വെളിച്ചത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നിമിഷം ആരവിന്റെ ഭാവവും ചലനങ്ങളും പൂർണ്ണമായും മാറിമറിഞ്ഞു. അതുവരെ ഒരു തകർന്ന ഭർത്താവായി അപമാനിതനായി നിന്ന അവന്റെ ശരീരഭാഷയിൽ ഇപ്പോൾ കടുത്ത ദൃഢതയും ഗാംഭീര്യവും നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കണ്ണുകളിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ തന്റെ സാധാരണ കാറിലേക്ക് കയറി. സീറ്റ് ബെൽറ്റ് ധരിച്ച ശേഷം ഡാഷ്ബോർഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാറ്റലൈറ്റ് ഫോൺ എടുത്തു. അവനൊരു പ്രത്യേക നമ്പറിലേക്ക് വിളിച്ച ഉടൻ തന്നെ മറുപുറത്ത് കോൾ സ്വീകരിക്കപ്പെട്ടു. "സർ, സമയം പൂർത്തിയായിരിക്കുന്നു. ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്," ആരവ് ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു. മറുപുറത്ത് കുറച്ച് സെക്കൻഡുകൾ നിശബ്ദതയായിരുന്നു. പിന്നീട് ഗൗരവമേറിയ ഒരു ശബ്ദം കേട്ടു. "വെൽ ഡൺ ഓഫീസർ ആരവ്. ഓപ്പറേഷൻ വിജയകരമായി അവസാനിച്ചതായി മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 വർഷത്തെ നിങ്ങളുടെ അധ്വാനം ഫലം കണ്ടു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പദവിയിലേക്ക് ഔദ്യോഗികമായി മടങ്ങാം." ആരവ് സ്റ്റിയറിംഗിൽ തല ചായ്ച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. 3 വർഷം, നീണ്ട 3 വർഷങ്ങളാണ് അവൻ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും പദവിയും കോടികളുടെ സ്വത്തുക്കളും മറച്ചുവെച്ച് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായി ജീവിച്ചത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു സാമ്പത്തിക കൊള്ളയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ ഗ്രൂപ്പിന്റെയും വേരുകൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അവൻ ഈ അണ്ടർ കവർ മിഷൻ ഏറ്റെടുത്തത്. ആ 3 വർഷവും അവൻ ജീവിച്ചത് അവന്റേതല്ലാത്ത ഒരു വിലാസത്തിലായിരുന്നു. സ്വന്തം ഭാര്യ പോലും അവനെ വെറും ഒരു പരാജയമായി കണ്ടപ്പോൾ അവൻ രാജ്യത്തിന് വേണ്ടി നിശബ്ദനായി പോരാടുകയായിരുന്നു. ഇന്നാദ്യമായി അവൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങാൻ പോവുകയാണ്. വെറും മണിക്കൂറുകളിൽ തന്റെ ജീവിതം മാത്രമല്ല, തന്നെ ദുർബലനെന്ന് കരുതിയ എല്ലാവരുടെയും ചിന്താഗതിയാണ് മാറാൻ പോകുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആരവിന്റെ കാർ നഗരത്തിലെ തിരക്കേറിയ റോഡുകൾ പിന്നിട്ട് അതീവ സുരക്ഷയുള്ള ഒരു സർക്കാർ സമുച്ചയത്തിലേക്ക് കുതിച്ചു. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാധാരണ പഴയ ഓഫീസ് പോലെ തോന്നിക്കുന്ന ഇടമായിരുന്നു അത്. എന്നാൽ അതിന്റെ അറകളിൽ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ പല മിലിറ്ററി ഇന്റലിജൻസ് ഓപ്പറേഷനുകളും നിയന്ത്രിക്കുന്ന കൺട്രോൾ റൂമുകൾ ഉണ്ടായിരുന്നു. പ്രധാന ഗേറ്റിൽ കാർ എത്തിയ ഉടൻ തന്നെ അത്യാധുനിക ആയുധങ്ങൾ ധരിച്ച സുരക്ഷാ ജീവനക്കാർ കാറിന്റെ നമ്പർ കണ്ട് പെട്ടെന്ന് അറ്റൻഷനായി നിന്ന് ആരവിന് നേരെ സല്യൂട്ട് നൽകി. കഴിഞ്ഞ 3 വർഷമായി നയൻതാരക്കും കുടുംബത്തിനും അവൻ വെറും ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള ഓരോരുത്തർക്കും അവന്റെ യഥാർത്ഥ പദവി എന്താണെന്ന് അറിയാം. അവൻ അകത്തേക്ക് പ്രവേശിച്ചതും ഒരു മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ അവന്റെ മുന്നിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു ബഹുമാനവും അഭിമാനവും ഉണ്ടായിരുന്നു. "വെൽക്കം ബാക്ക് ചീഫ് ഓഫീസർ ആരവ്." ആ വാക്കുകൾ കേട്ടപ്പോൾ ആരവ് ഒരു നിമിഷം വികാരധീനനായി. നീണ്ടു 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ അവനെ അവന്റെ യഥാർത്ഥ പേരും പദവിയും വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്.
ചെയ്യുന്നത്. ആ മുതിർന്ന ഓഫീസർ അവന്റെ മിഷന്റെ അന്തിമ ഫയൽ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഓപ്പറേഷൻ 100% വിജയകരമായിരുന്നു. വർഷങ്ങളായി രാജ്യം തിരഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു മാഫിയ ഗ്രൂപ്പിനെയാണ് നിങ്ങൾ ഒറ്റക്ക് തകർത്തത്. ആരവ് ഒരു ദീർഘശ്വാസം വിട്ടു. ഈ ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഇതിനായി അവൻ തന്റെ കുടുംബത്തെയും സ്വകാര്യ ജീവിതത്തെയും സ്വന്തം പ്രണയത്തെയും വരെയാണ് പണയപ്പെടുത്തിയത്. എന്നാൽ ഇനി കളി മാറാൻ പോവുകയാണ്. ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഓരോന്നായി പരിശോധിച്ച് ആരവിനെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ട് കണ്ട് ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായും അമ്പരന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമായിരുന്ന വലിയൊരു സാമ്പത്തിക കെണിയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇല്ലാതാക്കിയത്. അനേകം സാധാരണക്കാരുടെ സമ്പാദ്യമാണ് ഇതിലൂടെ രക്ഷപ്പെട്ടത്. ആരവ് വിനയത്തോടെ പുഞ്ചിരിച്ചു. അവന് യാതൊരുവിധ അവാർഡുകളുടെയോ പ്രശസ്തിയുടെയോ ആവശ്യമുണ്ടായിരുന്നില്ല. രാജ്യം സുരക്ഷിതമായിരിക്കും എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ അവന്റെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. നയൻതാര. അവൾക്ക് പണത്തോടുള്ള അമിതമായ ആർത്തിയാണ് അവളെ ഈ ചതിയിലേക്ക് നയിച്ചതെങ്കിലും സത്യം പുറത്തു വരുമ്പോൾ അവൾക്ക് തന്റെ തെറ്റ് മനസ്സിലാകുമെന്നൊരു നേർത്ത പ്രതീക്ഷ അവന്റെ മനസ്സിന്റെ കോണിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അതേസമയം നഗരത്തിന്റെ മറുഭാഗത്തുള്ള ഹാളിൽ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. നയൻതാരയുടെ അമ്മ സുലേഖ അതിഥികളുടെ ഇടയിലൂടെ നടന്ന് തന്റെ മകളെയും കരുണയെയും പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. തങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം പിടിച്ച നാളുകൾ അവസാനിച്ചെന്നും മകളുടെ ജീവിതം ഇനി കോടികളുടെ ആഡംബരത്തിലേക്ക് മാറാൻ പോവുകയാണെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. കരൺ സ്വയം ഒരു വലിയ യുദ്ധം ജയിച്ച വീരനായിട്ടാണ് അവിടെ നിന്നിരുന്നത്. അവന്റെ മുഖത്ത് ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ കടുത്ത അഹങ്കാരമായിരുന്നു നിഴലിച്ചിരുന്നത്. അവൻ ചുറ്റുമുള്ള ബിസിനസ്സുകാരോട് മധ്യ ഗ്ലാസ് ഉയർത്തി പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ. ആരവിനെ പോലെയുള്ള പരാജിതരുടെ കൂടെ നിന്നാൽ നയൻതാരയുടെ ജീവിതം നശിച്ചു പോയേനെ. പലരും അവന്റെ വാക്കുകൾ കേട്ട് തലയാട്ടിയെങ്കിലും ചിലർ നിശബ്ദരായിരുന്നു. ഈ നാടകത്തിൽ ഇനിയും എന്തൊക്കെയോ അപ്രതീക്ഷിതമായി പുറത്തു വരാനുണ്ടെന്ന് അവർക്ക് തോന്നിയിരുന്നു. അപ്പോഴാണ് ആ ഹാളിലേക്ക് വില കൂടിയ വസ്ത്രം ധരിച്ച ഒരു കൊട്ടാരം ജീവനക്കാരൻ വേഗത്തിൽ കടന്നു വന്നത്. അവന്റെ കയ്യിൽ സ്വർണ്ണ നൂലുകളാൽ നെയ്തെടുത്ത ഒരു പ്രത്യേക ക്ഷണക്കത്തുണ്ടായിരുന്നു. മാഡം, ഇത് നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരത്തിൽ നിന്നും നേരിട്ടെത്തിച്ചതാണ്. അവൻ അത് നയൻതാരയുടെ അമ്മക്ക് നൽകി. അവർ ആഡംബരപൂർണമായ ആ കവർ തുറന്നു നോക്കി. അതിനുള്ളിൽ നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും എല്ലാവരും ഭയഭക്തി ബഹുമാനങ്ങളോടെ കാണുന്നതുമായ പ്രതാപ് സിംഗ് രാജകുടുംബത്തിന്റെ വകയായുള്ള വലിയൊരു റോയൽ ചടങ്ങിന്റെ ക്ഷണക്കത്തായിരുന്നു അത്. അത് കണ്ടതും സുലേഖയുടെ മുഖത്ത് സന്തോഷം അടക്കാനാകാത്ത വിധം വിടർന്നു. ദൈവമേ, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. അവർ അത്ഭുതത്തോടെ ഒച്ച വെച്ചു. കരണും ആ കത്ത് വാങ്ങി ആവേശത്തോടെ വായിച്ചു. ഇതിനർത്ഥം നമ്മുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പിന്റെ പ്രശസ്തി ഇപ്പോൾ രാജകുടുംബം വരെ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. അവർ നമ്മളെ അവരുടെ കൊട്ടാരത്തിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു, അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. നയൻതാരയും പുഞ്ചിരിച്ചു. ഭാഗ്യം ഇപ്പോൾ പൂർണ്ണമായും തന്റെ കൂടെയാണെന്ന് അവൾ ഉറപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളും അവിടെ എത്തി. അതീവ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ, വജ്ര ആഭരണങ്ങൾ, പ്രത്യേക ആദരവുകൾ എന്നിവയായിരുന്നു അവ. കണ്ടോ മോളെ, ഇതാണ് യഥാർത്ഥ പദവിയും അന്തസ്സും എന്ന് പറയുന്നത്, അമ്മ അഭിമാനത്തോടെ നയൻതാരയോട് പറഞ്ഞു. നീ ഇത്രയും കാലം എന്ത് ജീവിതമാണോ സ്വപ്നം കണ്ടത്, നീ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. ആ ആരവ് നിനക്ക് ഇതൊക്കെ വാങ്ങി തരുമായിരുന്നോ? നയൻതാര പതുക്കെ തലയാട്ടി. എന്നാൽ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നേർത്ത അസ്വസ്ഥത അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആരവിന്റെ കണ്ണുകളിൽ കണ്ട ആ അസാധാരണമായ ശാന്തതയും ആത്മവിശ്വാസവും അവൾ വീണ്ടും ഓർത്തു. എപ്പോഴും പതറുന്ന ആ മനുഷ്യൻ ഇന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ക്ഷണത്തിൽ അവൾ ആ ചിന്തകളെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു. കരൺ അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചു. ഇനി അവനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനോഹരമായ ഭാവി ആ കൊട്ടാരത്തിൽ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇന്റലിജൻസ് ഓഫീസിലെ ആധുനിക കൺട്രോൾ റൂമിൽ വെച്ച് ആരവിന് തന്റെ 3 വർഷത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഔദ്യോഗിക മെഡലുകളും രേഖകളും കൈമാറുകയായിരുന്നു. മുതിർന്ന ഓഫീസർ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങാം ചീഫ്. പ്രതാപ് സിംഗ് രാജകുടുംബത്തിന്റെ ഏക അവകാശി ഇനി വെറും ഒരു അണ്ടർ കവർ ഏജന്റ് അല്ല. ആരവ് തലയാട്ടി സമ്മതിച്ചു. എന്നാൽ പെട്ടെന്ന് മറ്റൊരു ജൂനിയർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ മുറിയിലേക്ക് തിടുക്കത്തിൽ കടന്നു വന്നു. അവന്റെ മുഖത്ത് വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്, അവൻ പറഞ്ഞു. അതോടെ ആ മുറിയിലെ അന്തരീക്ഷം വീണ്ടും ഗൗരവമേറിയതായി മാറി. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ് ഗ്രൂപ്പിന്റെ അവസാനത്തെ കണ്ണി കരൺ എന്ന വ്യക്തിയാണ്. അവനിപ്പോൾ പ്രതാപ് സിംഗ് രാജകുടുംബത്തിന്റെ വലിയൊരു അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര നിക്ഷേപ പദ്ധതിയിൽ പങ്കാളിയാകാൻ വ്യാജരേഖകളുമായി ശ്രമിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ആരവിന്റെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. എന്താണ് അവന്റെ കൃത്യമായ ഉദ്ദേശം? ആരവ് ചോദിച്ചു. ഞങ്ങളുടെ സാമ്പത്തിക വിദഗ്ധർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അവനൊരു പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ പേരിൽ രാജകുടുംബത്തിൽ നിന്നും 500 കോടി രൂപയുടെ നിക്ഷേപം തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. നയൻതാര എന്ന സ്ത്രീയെ അവൻ ഇതിനായി ഒരു കരുവായി ഉപയോഗിക്കുകയാണ്. ഈ തുക ലഭിച്ചയുടൻ കമ്പനി പൊളിഞ്ഞുവെന്ന് കാണിച്ച് അവൻ വിദേശത്തേക്ക് കടക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ആരവ് കസേരയിൽ ചാരിയിരുന്ന് ആലോചിച്ചു. അവന് കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലായി. കേവലം തന്റെ വിവാഹ ജീവിതം തകർക്കുക മാത്രമല്ല കരണും സംഘവും ചെയ്തത്. നയൻതാരയുടെ പണത്തോടുള്ള അമിത ആർത്തിയും അഹങ്കാരവും മുതലെടുത്ത് അവളെയും അവളുടെ കുടുംബത്തെയും ഈ വലിയ ചതിക്കുഴിയിലേക്ക് അവൻ വലിച്ചിടുകയാണ്. രാജകുടുംബത്തിന്റെ സ്വാധീനവും സ്വത്തുക്കളും തട്ടിയെടുക്കുക എന്നതായിരുന്നു അവന്റെ യഥാർത്ഥ ലക്ഷ്യം. പല നിരപരാധികളെയും വലിയ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കാവുന്ന ഒരു വലിയ മാഫിയ കെണിയായിരുന്നു കരൺ ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ രാജകുടുംബത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ആരവാണെന്ന് കരൺ അറിഞ്ഞിരുന്നില്ല. മറുഭാഗത്ത് ഹാളിൽ നിന്നും നേരെ കൊട്ടാരത്തിലെ ചടങ്ങിലേക്ക് പോകാൻ കരൺ വലിയ ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. അവൻ നയൻതാരയോടും അവളുടെ അമ്മ സുലേഖയോടും അഹങ്കാരത്തോടെ പറഞ്ഞു. നോക്കൂ, വരുന്ന കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനി കോടികളുടെ ബിസിനസ് സാമ്രാജ്യമായി മാറും. ആ രാജകുടുംബത്തിൽ നിന്ന് വലിയൊരു നിക്ഷേപം മാത്രം ലഭിച്ചാൽ മതി. പിന്നീട് നമ്മളെ തൊടാൻ ഈ നാട്ടിൽ ആർക്കും കഴിയില്ല. ആ ആരവിനെ പോലെയുള്ള പുഴുക്കൾ നമ്മുടെ കാൽ കീഴിൽ കിടക്കും. അവന്റെ ആത്മവിശ്വാസം കണ്ട് നയൻതാരയുടെ അമ്മ അവന്റെ എല്ലാ വാക്കുകളും കണ്ണടച്ച് വിശ്വസിച്ചു. തങ്ങളുടെ മകളുടെ ഭാവി സുരക്ഷിതമാണെന്ന് അവർ ഉറപ്പിച്ചു. നയൻതാര കണ്ണാടിയിൽ നോക്കി കൊട്ടാരത്തിൽ നിന്നും തനിക്ക് സമ്മാനമായി കിട്ടിയ ആ വില കൂടിയ വജ്രമാല കഴുത്തിൽ അണിഞ്ഞു. എന്നാൽ ആ മാലയുടെ തിളക്കത്തിനിടയിലും അവളുടെ ഉള്ളിൽ ഒരു ഭയം പടരുന്നുണ്ടായിരുന്നു. ആരവ് ആവശ്യപ്പെട്ട ആ 3 മണിക്കൂർ സമയം ഇപ്പോൾ തീരാറാകുന്നു. അവൻ എന്ത് അത്ഭുതമാണ് കാണിക്കാൻ പോകുന്നത്? അവൻ വെല്ലുവിളിച്ചതുപോലെ എന്തെങ്കിലും സത്യം പുറത്തു വരുമോ? അവൾ കരണിനോട് ചോദിച്ചു. കരൺ, ആരവ് എന്തോ ഒരു സത്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് വല്ല അപകടവും ഉണ്ടോ? കരൺ ഉറക്കെ ചിരിച്ചു. അവൻ വെറും ഒരു ബാങ്ക് ക്ലർക്കാണ്. നിന്നെ ഭയപ്പെടുത്താൻ അവൻ വെറുതെ പറഞ്ഞതാണ്. നീ ഇപ്പോൾ ഒരു രാജകുമാരിയെ പോലെ ആ കൊട്ടാരത്തിലേക്ക് നടക്കൂ. സമയം പതുക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ക്ലോക്കിലെ സൂചികൾ രാത്രി 10 മണിയോടെ അടുക്കുമ്പോൾ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴാനുള്ള നിമിഷം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരവ് ഇപ്പോൾ തന്റെ കൊട്ടാരത്തിലേക്ക് ഔദ്യോഗിക വേഷത്തിൽ തിരിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ കയ്യിൽ സത്യവും അധികാരവും ഉണ്ടായിരുന്നു. തന്നെ ദുർബലനെന്നും പരാജയമെന്നും കരുതിയവർക്ക് മുന്നിൽ അവൻ ഉടനെത്തും. രാത്രി ഇരുണ്ടു തുടങ്ങിയിരുന്നു. കൊട്ടാരത്തിന്റെ വിളക്കുകൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു തിളങ്ങുന്ന നക്ഷത്ര സമൂഹം പോലെ കാണാമായിരുന്നു. ആ തിളക്കത്തിനു പിന്നിൽ പലരുടെയും വിധി മാറി മറിയാൻ പോവുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതാപ് സിംഗ് രാജകൊട്ടാരം വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കൊട്ടാരത്തിന്റെ വശ്യമായ വാസ്തുവിദ്യയും പ്രകാശപൂരിതമായ വലിയ അലങ്കാര വിളക്കുകളും അവിടെ എത്തിയ അതിഥികളെ അത്ഭുതപ്പെടുത്തി. കേരളത്തിലെയും ഇന്ത്യയിലെയും മുൻനിര വ്യവസായികൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, മറ്റ് സ്വാധീനമുള്ള വ്യക്തികൾ എന്നിവരെല്ലാം ആ മഹാസംഘത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എവിടെയും വലിയ പ്രൗഢിയും ഗാംഭീര്യവുമായിരുന്നു നിഴലിച്ചിരുന്നത്. നയൻതാരയും അവളുടെ അമ്മയും കരണും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വസ്ത്രധാരണത്തോടെയും ആഭരണങ്ങളോടെയുമാണ് അവിടെ എത്തിയത്. കൊട്ടാരത്തിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ആ വലിയ പ്രവേശന കവാടം കണ്ടപ്പോൾ തന്നെ സുലേഖയുടെ കണ്ണുകൾ അത്ഭുതത്താൽ നിറഞ്ഞു. കരണും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ രാജകീയ ചടങ്ങിനെ അവൻ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള ഒരു വലിയ ചാൻസ് ആയിട്ടാണ് കണ്ടത്. ഇന്ന് രാത്രി ഈ രാജകുടുംബവുമായി 500 കോടിയുടെ നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചാൽ തനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാകാൻ സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. കൊട്ടാരത്തിന്റെ വലിയ ഹാളിലേക്ക് കയറുന്നതിനിടയിൽ അവൻ നയൻതാരയുടെ തോളിൽ തട്ടി അഭിമാനത്തോടെ പറഞ്ഞു. ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിൽ ചരിത്രപരമായ ഒന്നായിരിക്കും നയൻതാര. ഇതിനുശേഷം ഈ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം വളരെ ഉയരത്തിലായിരിക്കും. നയൻതാര ചെറുതായി പുഞ്ചിരിച്ചുവെങ്കിലും അവളുടെ മനസ്സിലെ പരിഭ്രാന്തി കൂടി വന്നു. എന്തുകൊണ്ടാണ് ഈ ആഡംബരങ്ങൾക്കിടയിലും താൻ ഇപ്പോഴും ആരവിനെ കുറിച്ചും അവൻ ആവശ്യപ്പെട്ട ആ 3 മണിക്കൂറിനെ കുറിച്ചും ചിന്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചടങ്ങിന്റെ പ്രധാന ഹാളിലേക്ക് എല്ലാ വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്തു. വലിയൊരു റോയൽ വേദി അവിടെ ഒരുക്കിയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആ വേദിയിലേക്കായിരുന്നു. രാജകുടുംബത്തിന്റെ തലവൻ മഹാരാജ് പ്രതാപ് സിംഗ് ഉടൻ തന്നെ അതിഥികളെ കാണാൻ വേദിയിലെത്തുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായതോടെ ഹാൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. ഇതിനിടയിൽ രാജകീയ വസ്ത്രം ധരിച്ച ഒരു കൊട്ടാര ജീവനക്കാരൻ കരണിന്റെ അടുത്ത് വന്ന് അതീവ ബഹുമാന
ബഹുമാനത്തോടെ പറഞ്ഞു. സർ, ദയവായി അല്പം കാത്തു നിൽക്കൂ. മഹാരാജാവുമായുള്ള നിങ്ങളുടെ പ്രത്യേക കൂടിക്കാഴ്ചക്ക് സമയമായിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയായ നയൻതാരയെയും മുന്നിലെ പ്രത്യേക VIP വിങ്ങിലേക്ക് മാറ്റാൻ ഉത്തരവുണ്ട്. കരൺ അതിനെ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് കരുതിയത്. താൻ ഒരു വലിയ അന്താരാഷ്ട്ര ബിസിനസ്സുകാരനായതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ പ്രത്യേകം പരിഗണിക്കുന്നതെന്ന് അവൻ തന്റെ അഹങ്കാരത്തോടെ ചിന്തിച്ചു. മറുഭാഗത്ത് ആരവ് കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിലുള്ള ഒരതിരഹസ്യമായ രാജകീയ മുറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നീണ്ട 3 വർഷത്തെ അണ്ടർ കവർ മിഷനു ശേഷമാണ് അവൻ തന്റെ മാതാപിതാക്കളെ നേരിൽ കാണാൻ പോകുന്നത്. അവൻ ആ വലിയ തേക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് രാജകീയ പ്രൗഢിയോടെ അവന്റെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണുകളിൽ മകനെ തിരികെ കിട്ടിയതിന്റെ ആനന്ദ കണ്ണീരും അച്ഛന്റെ കണ്ണുകളിൽ വലിയൊരു സൈനികനെ നോക്കുന്നത് പോലെയുള്ള അഭിമാനവും ഉണ്ടായിരുന്നു. കുറച്ചു നിമിഷങ്ങൾ ആരും ഒന്നും സംസാരിച്ചില്ല. പിന്നീട് അമ്മ ഓടി വന്ന് ആരവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പും വേദനയുമാണ് ആ ഒരു നിമിഷത്തിൽ ഇല്ലാതായത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ മകനെ? ആ ചതിയന്മാർ നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ? അമ്മ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ആരവ് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയുടെ കൈകളിൽ ചുംബിച്ചു. എനിക്കൊരു കുഴപ്പവുമില്ല അമ്മേ, നിങ്ങളുടെ പ്രാർത്ഥന കൂടിയുണ്ടായിരുന്നു. അച്ഛൻ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. ഒരു സാധാരണക്കാരനായി ജീവിച്ച് നീ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത വലിയ ത്യാഗങ്ങളിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ആരവ് അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവന്റെ മുഖത്ത് വീണ്ടും വലിയൊരു ഗൗരവം നിറഞ്ഞു. മഹാരാജ് പ്രതാപ് സിംഗ് തന്റെ മകന്റെ മുഖത്തെ ഗൗരവം ശ്രദ്ധിച്ചു. എന്താണ് ആരവ്, നിന്റെ മനസ്സിൽ എന്തൊരു വിഷമം നിഴലിക്കുന്നുണ്ടല്ലോ? മിഷൻ വിജയകരമായി പൂർത്തിയായിട്ടും നീ എന്താണ് ഇത്ര ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ആരവ് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3 വർഷമായി നയൻതാരയുടെ കൂടെ ഒരു സാധാരണക്കാരനായി ജീവിച്ചപ്പോൾ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും അവരോട് തുറന്നു പറഞ്ഞു. അവൾക്ക് വേണ്ടി താൻ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവളുടെ അമ്മയിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനങ്ങൾ. ഒടുവിൽ ഇന്ന് വൈകുന്നേരം ഹാളിൽ വെച്ച് പണക്കാരനായ കരണിനു വേണ്ടി അവൾ തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് വിവാഹമോചനം ആവശ്യപ്പെട്ട സംഭവം വരെ അവൻ വിവരിച്ചു. മുറിയിൽ കുറച്ചു സമയം വലിയൊരു നിശബ്ദത പടർന്നു. ആരവിന്റെ അമ്മയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞു. എന്നാൽ മഹാരാജ് കടുത്ത ഗൗരവത്തോടെ പറഞ്ഞു. മകനെ, ഒരു യഥാർത്ഥ ബന്ധത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ്. നയൻതാരയുടെ സ്നേഹം വെറും ബാഹ്യമായ പണത്തിലും പദവിയിലും മാത്രമായിരുന്നുവെങ്കിൽ അവൾ ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടത് അവൾക്കൊരു തിരിച്ചറിവുണ്ടാകാൻ അത്യാവശ്യമായിരുന്നു. നീ ധൈര്യമായിരിക്കൂ. സത്യം എന്താണെന്ന് ഈ ലോകം അറിയാനുള്ള സമയമായി. ആരവൊന്നും സംസാരിച്ചില്ല. എങ്കിലും നയൻതാര തന്റെ തെറ്റ് മനസ്സിലാക്കണമെന്ന് അവനുള്ളിൽ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും താഴെ കൊട്ടാരത്തിലെ പ്രധാന ഹാളിൽ ചടങ്ങുകൾ അതിന്റെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. രാജകീയ അനൗൺസറുടെ ശബ്ദം സ്പീക്കറുകളിലൂടെ ഹാൾ മുഴുവൻ മുഴങ്ങി. ആദരണീയരായ അതിഥികളെ, ദയവായി ശാന്തരാകൂ. ഹാൾ പെട്ടെന്ന് നിശബ്ദമായി. കരണും നയൻതാരയും അവളുടെ അമ്മയും VIP നിരയിൽ ഏറ്റവും മുന്നിൽ തന്നെ ഇരുപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചടങ്ങ് പ്രതാപ് സിംഗ് രാജകുടുംബത്തെ സംബന്ധിച്ച് ചരിത്രപരമായ ഒന്നാണ്. എല്ലാവരും ആകാംക്ഷയോടെ വേദിയിലേക്ക് നോക്കി. അനൗൺസർ തുടർന്നു. ഈ കുടുംബത്തിലെ ഒരു പ്രമുഖ അംഗം കഴിഞ്ഞ 3 വർഷങ്ങളായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെച്ച് ഈ രാജ്യത്തെ വലിയൊരു വിപത്തിൽ നിന്നും സേവിക്കുകയായിരുന്നു. ഈ രഹസ്യ ദൗത്യം ഇന്ന് വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. ഹാളിൽ ഇരുന്ന അതിഥികൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി തുടങ്ങി. ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. കരൺ നയൻതാരയോട് മന്ത്രിച്ചു. നോക്കൂ, ഈ രാജകുടുംബത്തിലെ ആരോ വലിയൊരു ഹീറോയാണ്. അവരുമായി ഇന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ് കിട്ടിയാൽ നമ്മുടെ റേഞ്ച് എവിടെയായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴേക്കും വേദിയുടെ പിന്നിലെ വലിയ രാജകീയ വാതിൽ തുറക്കപ്പെട്ടു. മഹാരാജ പ്രതാപ് സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും വേദിയിലേക്ക് കടന്നു വന്നു. സദസ്സിൽ വലിയ കൈയടികൾ ഉയർന്നു. അദ്ദേഹം എല്ലാവരെയും കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു. അതിനുശേഷം അദ്ദേഹം മൈക്കിന് മുന്നിലേക്ക് വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഈ രാജ്യത്തിന്റെ വീരനായ എന്റെ ഏക മകനെയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. കരണും വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ 500 കോടിയുടെ പ്രൊജക്റ്റിൽ ഒപ്പുവെക്കാൻ പോകുന്ന ആ വലിയ രാജകുമാരൻ വേദിയിലേക്ക് വരുന്നത് കാണാൻ അവൻ കണ്ണും നട്ടിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവന്റെയും നയൻതാരയുടെയും മുഖത്തെ ചോരയൊലിപ്പ് നിന്നുപോയി. വേദിയുടെ മറുഭാഗത്തു നിന്നും വെളുത്ത രാജകീയ ഷർവാണി ധരിച്ച് നെഞ്ചിൽ മെഡലുകൾ തിളങ്ങുന്ന ഒരു യുവാവ് കടുത്ത ഗാംഭീര്യത്തോടെ വെളിച്ചത്തിലേക്ക് നടന്നു വന്നു. അവൻ വെളിച്ചത്തിലേക്ക് പൂർണ്ണമായി വന്നതും നയൻതാരയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. കരണിന്റെ മുഖം വിളറി വെളുത്തു. നയൻതാരയുടെ അമ്മ സുലേഖ വിശ്വസിക്കാനാവാതെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്നു പോയി. കാരണം വേദിയിലേക്ക് വന്ന ആ വലിയ രാജകുമാരൻ മറ്റാരുമായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. അതവർ 3 മണിക്കൂർ മുൻപ് കഴിവുകെട്ടവൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആരവായിരുന്നു. ഹാളിൽ വലിയൊരു മൗനം പടർന്നു. VIP നിരയിലിരുന്ന നയൻതാരക്ക് തന്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. താൻ വെറും ഒരു സാധാരണക്കാരനെന്ന് കരുതി പരസ്യമായി അപമാനിച്ച് പടിയിറക്കി വിട്ട തന്റെ ഭർത്താവ് ആരവാണ് ആ കൊട്ടാരത്തിലെ രാജകുമാരൻ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരണിന്റെ മുഖത്തെ അഹങ്കാരം ഭയത്തിന് വഴിമാറി. അവൻ കെട്ടിപ്പൊക്കിയ നുണകളുടെ സാമ്രാജ്യം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നിടുകയായിരുന്നു. മഹാരാജ് വേദിയിൽ വെച്ച് ആരവിന്റെ തോളിൽ കൈവച്ച് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, ഇതാണെന്റെ മകൻ ആരവ് പ്രതാപ് സിംഗ്. കഴിഞ്ഞ 3 വർഷമായി രാജ്യം തിരഞ്ഞുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക മാഫിയയെ തകർക്കാൻ വേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങളും പദവിയും ഒളിപ്പിച്ചു വെച്ച് ഒരു സാധാരണക്കാരനായി ജീവിച്ച ഇന്റലിജൻസ് ചീഫ് ഓഫീസറാണ് ഇവൻ. ഹാൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നയൻതാരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ആരവ് തനിക്ക് നൽകിയ സ്നേഹവും താൻ അവന് നൽകിയ ആക്ഷേപങ്ങളും അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അപ്പോഴേക്കും രാജകുടുംബത്തിന്റെ ചീഫ് ലീഗൽ ഓഫീസർ വേദിയിലേക്ക് വന്ന് ചില ഔദ്യോഗിക രേഖകൾ പുറത്തെടുത്തു. അദ്ദേഹം മൈക്കിലൂടെ പറഞ്ഞു, രാജകുടുംബത്തിന്റെ നിക്ഷേപ പദ്ധതിയിൽ പങ്കാളിയാകാൻ വന്ന കമ്പനികളെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. അതിൽ കരൺ ഗ്രൂപ്പ് സമർപ്പിച്ച എല്ലാ രേഖകളും വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മറ്റൊരു കമ്പനിയുടെ ഐഡിയെ മോഷ്ടിച്ചും വ്യാജ അക്കൗണ്ടുകൾ കാണിച്ചുമാണ് കരൺ ഈ 500 കോടിയുടെ നിക്ഷേപം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഹാളിലെ സുരക്ഷാ ജീവനക്കാർ പെട്ടെന്ന് കരണിനെ വളഞ്ഞു. ലീഗൽ ഓഫീസർ തുടർന്നു, ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന കരണിന്റെയും പങ്കാളിയായ നയൻതാരയുടെയും ബിസിനസ് ലൈസൻസുകൾ റദ്ദാക്കുകയാണ്. ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇത് കേട്ടതോടെ നയൻതാരയുടെ അമ്മ സുലേഖ തളർന്നു വീണു. പണത്തോടുള്ള ആർത്തി കാരണം തങ്ങൾ എത്ര വലിയ ചതിക്കുഴിയിലാണ് വീണതെന്നും കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മിയെയാണ് തങ്ങൾ തല്ലി ഓടിച്ചതെന്നും അവർക്ക് ബോധ്യമായി. നയൻതാരയുടെ ലോകം പൂർണ്ണമായും ഇരുണ്ടുപോയി. പോലീസ് ഉദ്യോഗസ്ഥർ കരणे ഹാളിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ അഹങ്കാരമെല്ലാം കണ്ണീരിന് വഴിമാറിയിരുന്നു. രാജകുടുംബത്തെയും ബാങ്കിനെയും പറ്റിച്ച് കോടികൾ തട്ടിയെടുക്കാമെന്ന അവന്റെ മോഹങ്ങളാണ് അവിടെ തകർന്നിടിഞ്ഞത്. ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നയൻതാരയുടെ അമ്മ സുലേഖ തങ്ങളുടെ അവസ്ഥയോർത്ത് തലയിൽ കൈവച്ച് കരയാൻ തുടങ്ങി. പണത്തോടും ആഡംബരത്തോടുമുള്ള കടുത്ത ആർത്തി കാരണം തങ്ങൾ എത്ര വലിയൊരു ചതിക്കുഴിയിലാണ് വീണതെന്നും കൂടെ ഉണ്ടായിരുന്ന നിധിയെയാണ് തങ്ങൾ ചവിട്ടി പുറത്താക്കിയതെന്നും അവർക്ക് പൂർണ്ണമായി ബോധ്യമായി. ചടങ്ങുകൾ അവസാനിച്ചതോടെ അതിഥികൾ ഓരോരുത്തരായി കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു തുടങ്ങി. എന്നാൽ നയൻതാരക്ക് തന്റെ സ്ഥാനത്ത് നിന്നും ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോഴും വേദിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വേദിയിൽ ഒറ്റക്ക് നിൽക്കുന്ന ആരവിന്റെ അടുത്തേക്ക് പോകാൻ അവൾ ഒടുവിൽ വലിയൊരു ധൈര്യം സംഭരിച്ചു. തന്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നിട്ടും അവൾ പതുക്കെ പടവുകൾ കയറി അവന് മുന്നിലെത്തി. ആരവ് അവളെ നോക്കി. അവന്റെ മുഖത്ത് അവളോട് കടുത്ത ദേഷ്യമോ പ്രതികാര ചിന്തയോ ഇല്ലായിരുന്നു. പകരം വലിയൊരു ശാന്തതയായിരുന്നു അവിടെ നിഴലിച്ചിരുന്നത്. നയൻതാരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആരവ് വിറക്കുന്ന ശബ്ദത്തോടെ അവൾ അവന്റെ കൈകളിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നോട് ക്ഷമിക്കണം ആരവ്, എനിക്ക് വളരെ വലിയൊരു തെറ്റ് പറ്റിപ്പോയി. നീ ഒരു സാധാരണക്കാരനാണെന്ന് കരുതി ഞാൻ നിന്റെ സ്നേഹത്തെ കാണാതെ പോയി. പണത്തിന്റെ തിളക്കത്തിൽ കണ്ണ് മഞ്ഞളിച്ച ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ദയവായി എനിക്കൊരവസരം കൂടി തരൂ. അവളുടെ ഓരോ വാക്കുകളിലും കടുത്ത പശ്ചാത്താപം നിറഞ്ഞു നിന്നിരുന്നു. ആരവ് അവളുടെ കൈകൾ പതുക്കെ മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ കടുത്ത വേദനയുണ്ടായിരുന്നു. അവൻ വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, നയൻതാര, ഒരാളോട് ക്ഷമിക്കുന്നതും അയാളെ വീണ്ടും വിശ്വസിക്കുന്നതും 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. എന്റെ കയ്യിൽ പണമോ പദവിയോ ഇല്ലാതിരുന്ന ആ 3 വർഷമാണ് നീ എന്റെ കൂടെ നിൽക്കേണ്ടിയിരുന്നത്. ലോകം മുഴുവൻ എന്നെ ഒരു പരാജയമായി കണ്ടപ്പോൾ എനിക്ക് നിന്റെ പിന്തുണയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ നീയും മറ്റുള്ളവരെ പോലെ വെറും പണം മാത്രമാണ് നോക്കിയത്. നയൻതാരക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൾ ചെയ്ത ക്രൂരത അത്ര വലുതായിരുന്നു. ആരവ് ഒരു ദീർഘശ്വാസം എടുത്തു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നയൻതാരയും അവളുടെ അമ്മയും ഒപ്പിട്ട് നൽകിയ ആ വിവാഹമോചന പേപ്പർ പുറത്തെടുത്തു. അത് കണ്ടതും നയൻതാരയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ വീണ്ടും അവനോട് അപേക്ഷിച്ചു, ആരവ്, ദയവായി അത് കീറിക്കളയൂ. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. എന്നാൽ ആരവ് ശാന്തനായി തന്റെ പേനയെടുത്ത് ആ പേപ്പറിൽ ഒപ്പിട്ടു. അവളോട് കണ്ണുകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ വെറുക്കുന്നില്ല നയൻതാര. പക്ഷെ ഒരു തവണ വിശ്വാസം മരിച്ച ബന്ധത്തിലേക്ക് എനിക്കിനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. നീ അന്ന് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ എന്റെ ഔദ്യോഗിക ദൗത്യം പൂർത്തിയാക്കാൻ മാത്രമാണ് ഞാൻ 3 മണിക്കൂർ
സമയം ചോദിച്ചത്. ഇപ്പോൾ എന്റെ കടമകൾ തീർന്നു. നിന്റെ ആഗ്രഹപ്രകാരം ഞാനും ഇതിൽ ഒപ്പിടുന്നു. അവൻ ആ ഒപ്പിട്ട പേപ്പർ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആരവിനെ തളർത്താൻ നയൻതാര ഉപയോഗിച്ച അതേ ആയുധം ഇന്ന് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇനിയൊന്നും തിരുത്താൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ആരവ് അവളോട് അവസാനമായി പറഞ്ഞു, ഞാൻ നിനക്ക് ഒരിക്കലും ഒരു തിന്മയും ആശംസിക്കില്ല. എങ്കിലും നീ നിന്റെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ പാഠം പഠിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം അളക്കേണ്ടത് അയാളുടെ പോക്കറ്റിലെ പണം നോക്കിയല്ല, മറിച്ച് അയാളുടെ സ്വഭാവവും വ്യക്തിത്വവും നോക്കിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ആരവ് ഗാംഭീര്യത്തോടെ തിരിഞ്ഞു നടന്നു. നയൻതാര കൊട്ടാരത്തിന്റെ ആ വലിയ ഹാളിൽ തനിച്ചു നിന്നു. അവളുടെ മുന്നിൽ ഇപ്പോൾ ബിസിനസ് തകർച്ചയും അവഗണനയും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. പണത്തോടുള്ള അമിതമായ ആർത്തി കാരണം തന്നെ ജീവനേറെ സ്നേഹിച്ച ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകാൻ കെൽപ്പുണ്ടായിരുന്ന ആ മനുഷ്യനെയാണ് അവൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത്. പിന്നീടുള്ള നാളുകളിൽ ആരവ് രാജസേവനത്തിനായുള്ള തന്റെ യാത്ര കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. നയൻതാര തന്റെ തെറ്റുകളിൽ നിന്നും പഠിച്ച് ലളിതമായ ഒരു ജീവിതം നയിക്കാൻ ശീലിച്ചു. തിളങ്ങുന്നതെല്ലാം പൊന്നല്ലെന്ന വലിയ സത്യം അവൾ തിരിച്ചറിഞ്ഞു. മനുഷ്യരുടെ പദവിയും പണവും നോക്കുന്നതിനിടയിൽ അവരുടെ നല്ല മനസ്സ് കാണാൻ മറന്നു പോകുന്ന എല്ലാവർക്കുമുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി അവരുടെ കഥ അവശേഷിച്ചു. സത്യം തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒട്ടേറെ വൈകിപ്പോയിട്ടുണ്ടാകും എന്ന വലിയ പാഠത്തോടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.